കുരുവിയും കുറുക്കനും. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ അപ്പു കുരങ്ങനാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് 2 മൃഗങ്ങളുടെ കഥ പറഞ്ഞു തരട്ടെ. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ കാട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് ഈ കാട്ടിലെ രാജാവാണ്, സിംഹം. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് കടുവ, കരടി, മാൻ, മുയൽ, കാക്ക, മുതല. അവസാനമായി നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ കഥയിലെ പ്രധാന 2 കഥാപാത്രങ്ങളെയാണ്, കിട്ടുകുറുക്കൻ, അമ്മുകുരുവി. നമുക്ക് കഥയിലേക്ക് കടക്കാം. കിട്ടുകുറുക്കനെയെല്ലാം മൃഗങ്ങൾക്കും കളിയാക്കാനാണ് ഇഷ്ടം. കാരണം സ്വന്തമായി ഇര പിടിച്ചു കഴിക്കാൻ അവന് കഴിയാറില്ല. അവൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന ഇര അവനെയും പറ്റിച്ച് ഓടി രക്ഷപ്പെടുകയാണ് പതിവ്. മൃഗങ്ങളെല്ലാം അവനെ ഇത് പറഞ്ഞ് കളിയാക്കും. നമ്മുടെ അമ്മുക്കുരുവിയും ഇക്കാര്യത്തിൽ ഒട്ടും പിറകിലല്ല. ഒരു ദിവസം കിട്ടു ഒരു മുയലിനെ പിടിക്കാൻ ഓടുകയായിരുന്നു. മുയലിനെ പിടിക്കാൻ അടുത്തെത്തിയതും മുയൽ വേഗം കൂട്ടിയോടി രക്ഷപ്പെട്ടു. കിട്ടുകുറുക്കൻ ചെളിയിൽ വീണ് ശരീരമാകെ ചെളിയുമായി. ഇത് കണ്ട അമ്മുക്കുരുവി ചിരിയോട് ചിരിയായിരുന്നു. എടാ കിട്ടു, നിനക്ക് പറ്റിയ പണി വല്ലതുമാണോ നീ ചെയ്തത്? കണ്ടില്ലേ, ശരീരമാകെ ചെളിയായത്. അമ്മുകുരുവി, ഒരു ദിവസം ഞാൻ ഈ കാട്ടിലെ ഹീറോ ആകും. അന്ന് നീ മനസ്സിലാക്കും കിട്ടു ആരാണെന്ന്. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ഒരു വലിയ പരുന്ത് പറന്നുവന്ന് നമ്മുടെ അമ്മുവിനെ ആക്രമിക്കാനായി പാഞ്ഞടുത്തു. ശബ്ദം കേട്ട് കിട്ടു മുകളിലേക്ക് നോക്കിയപ്പോൾ അമ്മുവിനെ ആക്രമിക്കുന്ന പരുന്തിനെ കണ്ടു. കിട്ടു തന്റെ മുഴുവൻ ഒച്ചയിൽ ഉറക്കെ കൂവി. ശബ്ദം കേട്ട് കാടാകെ ഇളകി. എല്ലാ മൃഗങ്ങളും ശബ്ദം കേട്ട ഭാഗത്തേക്ക് പാഞ്ഞടുത്തു. പരുന്ത് എല്ലാ മൃഗങ്ങളെയും കണ്ടപ്പോൾ പേടിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു. എല്ലാ മൃഗങ്ങളും കിട്ടുവിനെ അഭിനന്ദിച്ചു. അമ്മു കിട്ടുവിനോട് നന്ദി പറഞ്ഞു. അന്നു മുതൽ കിട്ടുവിനെ ആരും കളിയാക്കാതായി. കിട്ടുവും അമ്മുവും നല്ല കൂട്ടുകാരായി. ഗുണപാഠം: നാം ആരെയും കുറച്ച് കാണുവാനോ കളിയാക്കുവാനോ പാടില്ല. എല്ലാവർക്കും അവരവരുടേതായ കഴിവുണ്ട്.